കെ രാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വഴി ഉൾപ്പെടെ നഷ്ടപ്പെട്ടുകൊണ്ട് ഐസൊലേഷനായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. ഐസൊലേഷനെ കുറിച്ച് കൃത്യമായ പഠനം നടത്തിയാൽ ഇത്തവണ തന്നെ അത് പുറത്തിറക്കാനാകും. ഒരു കാരണവശാലുമുള്ള വൈകലുകൾ ഈ കാര്യത്തിലില്ല. സാങ്കേതികമായി കോടതിയുടെ 2.5 മാസക്കാലത്തെ വൈകൽ ഒഴിച്ചാൽ ബാക്കി ഒരു വൈകലും അവിടെ ഇല്ല. ദുരന്തബാധിതർക്ക് എന്തു പ്രശ്നമുണ്ടെങ്കിലും നേരിട്ട് ഞങ്ങളോട് സംസാരിക്കാം. അവർക്ക് ആ കാര്യത്തിൽ അഭിപ്രായം നടത്താനുള്ള സൗകര്യം കൊടുക്കാം. സമരം നടത്താനുള്ള എല്ലാവരുടെയും അവകാശത്തെ ഗവൺമെൻറ് ജനാധിപത്യപരമായി ചോദ്യം ചെയ്യുകയോ മറ്റേതെങ്കിലും വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോയില്ല. കൃത്യമാണ് സർക്കാരിൻ്റെ നിലപാട്. പിന്നെ അവിടെ നെടുമ്പാല എസ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ 10 സെൻറ്റ് ഭൂമി, എൽസ്റ്റോൺ എസ്റ്റേറ്റിലാണെങ്കിൽ 5 സെൻറ്റ് ഭൂമി എന്നുള്ളതൊരു കട്ടായമായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചതല്ല. ഭൂമിയുടെ ലഭ്യത അനുസരിച്ചാണ് ആ കാര്യങ്ങൾ എടുക്കുക. ഭൂമിയുടെ കറവ്, ഭൂമിയിൽ എത്ര ദൂരം ഓരോ എസ്റ്റേറ്റിലും എടുക്കാൻ വേണ്ടി കഴിയും, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ സാധാരണ നിലയിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ പരമാവധി ഭൂമി അക്കാര്യത്തിൽ കൊടുക്കണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. ഏതെങ്കിലും വിധത്തിലുള്ള അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്കല്ല പോകുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ സർക്കാർ 2025 തന്നെ ദുരന്തബാധിതർക്ക് 2025-26 എന്ന സാമ്പത്തിക വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വീട് കൈമാറും എന്ന് ഗവർണർ തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. അതിനൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ആ നടപടിക്രമങ്ങളുമായി കൃത്യമായി മുന്നോട്ട് പോകും. കേന്ദ്രം കേരളത്തെ ഒരു വിധത്തിലും ഈ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നില്ല എന്ന ഗുരുതരമായ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് മുമ്പിലുള്ളത്. കേരളം അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് എന്ന് പറയലാണ് ഏറ്റവും നല്ലത്. ആരോടും തർക്കവും ആരോടും തകരാറുമില്ല. വീട് ലഭ്യമാകേണ്ട എല്ലാവർക്കും വീട് തന്നെ ലഭ്യമാകും. വീട് അവിടെ വേണ്ട പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ദുരന്തബാധിതർക്ക് 15 ലക്ഷം രൂപ കൊടുക്കാനുള്ള പണവും കൊടുക്കും. ഒരു തടസ്സവും തകരാറും ആ കാര്യത്തിൽ ഇപ്പോൾ ഇല്ല. ആരാണ് പറയുന്നത്? പറയുന്നവർ ഞങ്ങളോട് പറയട്ടെ. വീടിൻ്റെ എണ്ണം എവിടെയെങ്കിലും ഫൈനലൈസ് ചെയ്തിട്ടുണ്ടോ? ഞാനിതുവരെ കേട്ടിട്ടില്ല. വീടിൻ്റെ എണ്ണം എവിടെയും ഫൈനലൈസ് ചെയ്തായി കേട്ടിട്ടില്ല. ആദ്യത്തെ ലിസ്റ്റ് പുറത്തിറങ്ങി. അതേതാണ് ലിസ്റ്റ്? ദുരന്തബാധിതരായിട്ടുള്ള ആക്ച്വൽ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ പേരുകൾ. ആ പേരുകളിൽ പരാതിയുണ്ടായി. പരാതികൾ സ്വാഭാവികമായിട്ടും പരിശോധിച്ചു. പരാതികൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, പരാതിക്കാരെ കൂടി കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ DDMA, ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും അംഗങ്ങളായിട്ടുള്ള DDMA 242 ആളുകളുടെ പേരുകൾ പ്രഖ്യാപിച്ചു. അതിൽ മറ്റൊരു പരാതിയും സർക്കാരിന് ഇതുവരെ ലഭ്യമായിട്ടില്ല. അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ലിസ്റ്റ്, നോ ഗോ സോൺ ലിസ്റ്റ്. ആ ലിസ്റ്റിൽ പെട്ടവരുടെ പേരുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കും. ഇന്നോ നാളെയോ ആയി പ്രഖ്യാപിക്കും. പിന്നെ വരുന്നത് ഐസൊലേറ്റഡ് ആണ്. അതിനെ സംബന്ധിച്ചും പ്രഖ്യാപനം ഉണ്ടാകും. ഏത് കാറ്റഗറിയിലാണ് ആരാണ് പെടാത്തത് എന്ന് പറഞ്ഞാൽ പരിശോധിച്ച് അവരെ ഉൾപ്പെടുത്തും. അല്ലാതെ ഇപ്പോൾ സർക്കാരിന് 1000 വീട്, 2000 വീട്, 800 വീട്, 700 വീട് അങ്ങനെയല്ല. ദുരന്തബാധിതരായ മുഴുവൻ ആളുകൾക്കും, ദുരന്തത്തിൽ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക്, ദുരന്തത്തെ തുടർന്ന് അങ്ങോട്ട് കയറാൻ പറ്റാത്ത ജോൺ മൈത്തായിയുടെ നേതൃത്വത്തിൽ നോഗോ സോൺ എന്ന് പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ ഉൾപ്പെട്ട വീടുകൾക്ക് അതിനുള്ള കൃത്യമായ ലിസ്റ്റ് തരും. ആ ലിസ്റ്റ് എല്ലാവരും കേട്ടിട്ടാണ് പ്രഖ്യാപിക്കുക. ആ ലിസ്റ്റിൽ പെടാത്ത ആളുകളുണ്ടെങ്കിൽ പരാതി തന്നാൽ ഉറപ്പായിട്ടും മെറിറ്റ് അനുസരിച്ച് പരിശോധിച്ച് ആ ലിസ്റ്റുകളിൽ ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഞാനിങ്ങനെ നമ്മൾ തമ്മിൽ പറയേണ്ട കാര്യമില്ലല്ലോ. ദുരന്തബാധിതർ എപ്പോഴും എന്നെ കാണുന്നതാണല്ലോ. കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോഴും അവർ കണ്ടു. അവരേതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ മുമ്പിൽ വരട്ടെ. അവരുടെ ഓരോ പ്രശ്നത്തിനും എത്ര നേരം കേട്ടിരുന്നും പരാതിക്ക് മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാണ്. ആവശ്യം എന്തൊക്കെയാണോ അത് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തും. ഞാൻ ചോദിക്കുന്നത്, സൂരജുമായിട്ടൊരു ചർച്ച വേണമെങ്കിൽ ഇപ്പോൾ നടത്താം. ആരോടാണ് ചർച്ച നടത്തേണ്ടത്? ചർച്ച നടത്തേണ്ട വിധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പരാതി ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇപ്പോൾ വന്നിട്ടുണ്ടോ? അല്ല, അതെ, കേരളത്തിന് മുമ്പ് ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടായില്ലേ? കൊടുക്കാത്ത ബ്രെഡ് പൂത്തു എന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തില്ലേ? അതല്ലേ കേരളത്തിനുണ്ടായ ഏറ്റവും വലിയ നാണക്കേട്. കേരളം നിശ്ചയിച്ച വിധത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാവുന്ന കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ പോകും. ഏതെങ്കിലും കാറ്റഗറിയിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പരാതി നൽകിയാൽ സർക്കാർ അത് കൃത്യമായി പരിശോധിക്കും. ദുരന്തബാധിതരുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലോ ഒരു തർക്കമോ നമുക്കില്ല. എന്തെങ്കിലും പരാതി അവർക്കുണ്ടെങ്കിൽ നൽകിയാൽ ആ പരാതി പരിഹരിക്കാൻ തുറന്ന മനസ്സോടെ കേരളത്തിലെ സർക്കാർ നിൽക്കുന്നുണ്ട്. ദുരന്തബാധിതരെ ചേർത്തു പിടിക്കലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. വീട് നിർമ്മിക്കാൻ 1 രൂപ പോലും ഇതുവരെ തരാത്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾക്കെതിരെ കൂടി ഉള്ള ജനവികാരം ഉയർന്നു വരേണ്ട ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ ഏതിലാണ് സർക്കാരിന് കുറവ് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ
അത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണ്. നടക്കട്ടെ. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പച്ചയായി നമുക്ക് ബോധ്യപ്പെടാവുന്നതാണല്ലോ. കാര്യകാരണ സഹിതം ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിനോട് പോസിറ്റീവായ സമീപനം നമുക്കെടുക്കും. ആളുകൾ അനാവശ്യമായി ദുരന്തബാധിതരായ മനുഷ്യർ വല്ലാത്ത വികാരമുള്ളവരാണ്. അവരെ തെറ്റിദ്ധരിപ്പിക്കില്ല. എന്തെല്ലാം വാർത്തകളായിരുന്നു. അതെല്ലാം മറികടന്നില്ലേ? ബ്രെഡ് പൂക്കുന്നത് പോലെ എസ്റ്റേറ്റ് കിട്ടില്ല എന്ന് വാർത്ത പ്രചരിപ്പിച്ചില്ലേ? ഈ ഹൈക്കോടതി യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെടും എന്ന വാർത്ത പ്രസിദ്ധീകരിച്ചില്ലേ? വീണ്ടും കോടതിയിൽ കേസ് പോകുന്നു എന്ന വാർത്ത പ്രസിദ്ധീകരിച്ചില്ലേ? അതൊന്നും ഉണ്ടായില്ലല്ലോ. എല്ലാം കൃത്യമായി പോകുകയല്ലേ. ഒരു പേടിയും ഒരു പ്രയാസവും കേരളത്തിനില്ല. ദുരന്തബാധിതരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും മുമ്പിൽ ഇത് രേഖാമൂലം തെളിയിക്കാവുന്ന കാര്യമാണല്ലോ. സമയം 10:45 എന്നുള്ളതിൽ 2 പക്ഷം എന്തിനാണ്? ഇപ്പോൾ 10:45 സമയം. വാച്ച് നോക്കിയാൽ അറിയാം. ആരാണ് ദുരന്തബാധിതരുടെ ലിസ്റ്റിൽ, ഒന്നാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകളുടെ പരാതിയുണ്ടോ? വരട്ടെ, നമുക്ക് പരിശോധിക്കാം. 2A ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുമല്ലോ, അതിൽ പരാതിയുണ്ടോ? അതും പരിശോധിക്കാം. ഒരാളോടും നേരിട്ട് ഏതെങ്കിലും എതിർപ്പ് സർക്കാരിനില്ല. പിന്നെ ഈ ദുരന്തബാധിതരായ ആളുകൾ വളരെ പാവങ്ങളാണ്. എല്ലാം നഷ്ടപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരാണ്. അവരെ ഏതെങ്കിലും വിധത്തിൽ അനാവശ്യമായിട്ട് പ്രകോപിപ്പിക്കാനോ ആശങ്ക വരുത്താനോ ഒരു ഇടയും കൊടുക്കേണ്ട കാര്യമില്ല. ദുരന്തബാധിതനായ ഒരു മനുഷ്യനും കേരളത്തിൽ ഒറ്റപ്പെടില്ല എന്നുള്ളതിന് സർക്കാരാണ് ഗ്യാരണ്ടി. മന്ത്രി കെ രാജൻ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആശങ്കകളിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.